ഷഅബാനിൽ അതിനെ പൊരുത്തപ്പെടിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക. റമളാനു ശരീഫിൽ പ്രിയപ്പെട്ടവരെ 21-ാം രാവ് വന്നാലും അക്കടപാടുകളിൽ കൃത്യനിഷ്ഠയില്ലാത്തവരും കുടുംബവുമായി പണങ്ങി നിൽക്കുന്നവരും ഉമ്മാനോട് തെറ്റി വേറെ പോയിക്കണം മകനും മരുവോളും കൂടി. മകനും മരുവോളും എന്തായിരുന്നു? ആരോട് തെറ്റിപ്പോയതാ? ഉമ്മാനോട് തെറ്റിങ്ങാണ്ടാ പോയത്. ഞാൻ മക്കത്ത് ഒരു ചങ്ങായിനെ കണ്ട്. എന്താണ് ഇവിടെ തന്നെ കുറെ കാലമായല്ലോ ഉസ്താദെ, ഞാൻ 23 കൊല്ലായി ഇവിടെ നാട്ടിക്ക് പിന്നെ പോയിട്ടില്ല. അപ്പൊ എന്തേ പോകാഞ്ഞു ചോദിച്ചു. ഞാൻ ഉമ്മാനോട് തെറ്റിങ്ങാനോട് പോന്നതാണ്. ഉമ്മാനോട് തെറ്റിങ്ങാനോ പോയിക്കണത് എടുക്കാൻ നല്ല സ്ഥലത്തിൽ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു എൻ്റെ 23 കൊല്ലത്തെ ഒരൊറ്റ നിസ്കാരം കഅബത്തിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കൂല. കാരണം എൻ്റെ അമ്മ എന്നെ കാണാൻ പൂതിയായിട്ട് നിൽക്കാണ്. എൻ്റെ കുട്ടി എന്നോട് തെറ്റിപ്പോയതാണല്ലോ, ഇത് തെറ്റിങ്ങാണ്ട് പോന്നത് കഅബത്തിങ്ങാക്കാന്ന് എഴുതിയിട്ട് അള്ളാഹ് തൃപ്തിപ്പെടുന്നത് നിൽക്കണ്ടേ? ഉമ്മാനോട്ട് തെറ്റിങ്ങാണ്ടാവും നാട്ടിക്ക് വരാതെ എവിടെ നിൽക്കണത്? കഅബത്തിങ്ങലല്ലേ എന്നുള്ള പവറിലാണോ? ഓരൊറ്റ വക്കത്ത് സ്വീകരിക്കോ? സ്വർഗത്തിന്റെ ടിക്കറ്റാണ് മുറിച്ചു തരാൻ അധികാരമുള്ള ഒരേ ഒരാള് ഉമ്മയാണ്. ഉമ്മാന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പം ബാപ്പ ഉണ്ടാവും ഗേറ്റിങ് കാത്തിക്കണം. അൽ അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ്, സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണ്. ഉമ്മ വാപ്പ, ഉമ്മ വാപ്പ. അതാണ് പഴയ കാലത്ത് നമ്മളൊക്കെ പഠിക്കണ കാലത്ത് അറബി മലയാളത്തിലാണ് പാഠപുസ്തകം അല്ലേ? ആ പാഠപുസ്തകം എങ്ങനെയുണ്ടായിരുന്നു? പാഠം 1 അല്ലാഹു സുബ്ഹാനഹു വ തആല, പാഠം 2 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാഠം 3 ഉമ്മുൻ മാതാവ്, പാഠം 4 അബുൻ പിതാവ്, പാഠം 5 ഉസ്താദുൻ ഗുരുനാഥൻ, പാഠം 6 അഖാരിബുൻ കുടുംബക്കാർ, പാഠം 7 ജീറാനുൻ അയൽവാസികൾ. ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ പാഠമുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറിയിരിക്കണമെന്ന് മാത്രം. ഇപ്പോഴും പാഠങ്ങളൊക്കെ അതന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ പരിശുദ്ധമായ റജബും ഷഅബാനും റമളാനും, ഓ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരും ഒക്കെ ചേർന്ന ഒരു കുടുംബം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു, പരിവർത്തിച്ചു, പഠിച്ചു, മാറ്റം വരുത്തി, പഠിച്ചു, നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു. പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് പരിവർത്തനം വേണം. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആരെങ്കിലും ഭർത്താക്കന്മാരുമായി അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവര് വേഗത്തിൽ ഇണങ്ങി നന്നാവണം. ഭാര്യ കുടുംബം, ഭർത്താവിന്റെ കുടുംബം, അതേപോലെ അയൽവക്ക ബന്ധം, ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനമാണ്. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഭാര്യയുടെ സ്വർഗം ഭർത്താവാണ്, ഭർത്താവിന്റെ സ്വർഗം ഭാര്യയാണ്. ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കണം. ഉമ്മയെ വാപ്പ നല്ല പോലെ സ്നേഹിക്കണം, വാപ്പാനെ ഉമ്മ നല്ല പോലെ ബഹുമാനിക്കണം.